ഹായ്, ഇസ്മി ജസീന. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണോ? ദേഷ്യവും ഭയവും അതുപോലെ സങ്കടവും സന്തോഷത്തിലൂടെ ഒക്കെ ആയിരിക്കും പലരും കടന്നു പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ തലച്ചോറ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. തലച്ചോറിൽ കുറേ ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ദേഷ്യവും സങ്കടവും ഭയമൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് അല്ലെ, അഡ്രിനാലിനും അതുപോലെ തന്നെ കോർട്ടിസോളൊക്കെ ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണമെന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത് എല്ലാവരും സന്തോഷം തന്നെയാണ്. അപ്പോൾ ഈ പേടിയൊക്കെ നമുക്ക് വേണം അല്ലേ. നമുക്ക് നിലനിൽപ്പിന് പേടി ആവശ്യമാണ്. അതുപോലെ സങ്കടപ്പെട്ടിരുന്നാലേ നമുക്ക് സന്തോഷം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ സങ്കടം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യരുത്, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത്. നമ്മുടെ എനർജിയാണ് വേസ്റ്റ് ആവുന്നത്. നമുക്ക് സങ്കടം വരുമ്പോൾ കരയാനാണ് വരുന്നതെങ്കിൽ നമ്മൾ കരഞ്ഞു തീർക്കുക, നമ്മളത് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു റിലീഫ് ഉണ്ടാകും. അപ്പോൾ കുറച്ച് ടിപ്സ് ഒന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാമില്ലേ, ജീവിച്ച് പോകുന്നവർ എന്തായാലും മരിക്കും എന്നുള്ളതില്ലേ ദൈവം നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ മരണത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു മരണം വരുമ്പോൾ പലരും വേഗം അല്ലേ സങ്കടപ്പെടും അല്ലേ. നമുക്ക് പാർട്ട്ണറായാലും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയാലും. അപ്പോൾ നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ നമുക്ക് അവഗണന വരുമ്പോൾ അല്ലേ പലരും സങ്കടപ്പെടും. നമുക്ക് അവഗണന നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തു, പക്ഷെ അവർ തിരിച്ച് ആ ഒരു പരിഗണന നമുക്ക് നൽകുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മളെന്ത് ചെയ്യുക, നമ്മൾ പരിഗണിക്കുന്ന ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒറ്റപ്പെടുക എന്നുള്ളൊരു സംഭവം അല്ലേ. ഒറ്റപ്പെടാൻ പലരും ചൂസ് ചെയ്യുന്നതാണ് അല്ലേ. ചിലർ യോജിച്ച് ജീവിക്കാൻ വേണ്ടി പലർക്കും ഒരു മടി അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ആണ് അല്ലേ. അപ്പം അതിൽ നിന്ന് അകന്നു പോകാനായിട്ട് അവർ ഒറ്റപ്പെട്ട് ജീവിക്കും. പക്ഷേ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് നമ്മൾ എൻഗേജ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ സങ്കടം താനേ കുറയും എന്നുള്ളതാണ്. നമ്മളെ കൂടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകും അല്ലേ. നമ്മൾ അവരോടും ഭയങ്കര ആത്മാർത്ഥത ആയിരിക്കും. പക്ഷേ അവർക്ക് അസൂയ കാരണം മറ്റോ അവർ നമ്മളെ അല്ലേ പാടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളതൊന്നും നമുക്ക് അതിൽ നിന്നൊരു എഫിഷ്യൻസി കിട്ടിയെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതുപോലെ എല്ലാവർക്കും രോഗാവസ്ഥ അല്ലേ. നമുക്കറിയാം, അപ്രതീക്ഷിതമായി വരുന്ന വലിയ രോഗങ്ങൾ എല്ലാവരും സങ്കടപ്പെടുത്തും. പക്ഷെ ആ ഒരു സങ്കടം കൂടുതൽ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ രോഗാവസ്ഥയെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം അല്ലെ, ചികിത്സ കൊടുത്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായും സങ്കടം കുറയും. സങ്കടം ശരിക്കും നമ്മളെ രോഗാവസ്ഥ കൂട്ടാനേ നമുക്ക് സാധ്യതയുള്ളൂ. ചിലവരൊക്കെ നമുക്കൊരു ചെറിയ തലവേദന വന്നാൽ പോലും വലിയ രോഗങ്ങളായി മനസ്സിൽ നമ്മളിങ്ങനെ വലുതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ വെറുതെ സങ്കടപ്പെടുന്നവരുണ്ടല്ലേ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ എഴുതി വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് നന്ദി പറയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാതെ അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള രീതിയിൽ അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.